അച്ഛേ നമ്മൾ ഈ മാങ്ങ തിന്നു തുടങ്ങുമ്പോ നല്ല മധുരല്ലേ? പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോ എന്താ ഇത് പുളിക്കണേ? അത് നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. പഴയൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ മിത്രക്കുട്ടി? അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ. കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പഴഞ്ചൊല്ലാണ്. ആക്ച്വലി ഈ മാങ്ങയെ പറ്റിയിട്ടല്ല പറയണത്. ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള സ്വഭാവം പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണെന്ന്. കുറച്ച് കാലം കൂടുതൽ പരിചയിക്കുമ്പോഴാണ് അയാൾ ആദ്യമൊക്കെ നല്ല സ്വഭാവമായിരിക്കും കാണിക്കുക. അമ്മ പറയില്ലേ, അച്ഛൻ ആദ്യം കാണുമ്പോഴൊക്കെ നല്ല ആളായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലാതെ പറഞ്ഞു. അതാണ് അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയ്ക്ക് പൊളിയത്. ഇതിന് ശരിക്കൊരു സയൻറ്റിഫിക്കായിട്ടുള്ള കാരണമുണ്ട്. ഈ മാങ്ങയിൽ നിന്ന് 2 സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ആസിഡും പിന്നെ ഒന്ന് ഷുഗറും. ഈ ആസിഡ് അണ്ടിയുടെ അടുത്തുള്ള ഭാഗത്താണ് ഉണ്ടാവുക, ഷുഗർ പുറത്തുള്ള ഭാഗത്താണ് ഉണ്ടാവുക. അതെന്തിനാ അറിയോ? ഈ മാങ്ങയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നേച്ചറിൻ്റെ ഒരു ടെക്നിക്കാണ്. അതായത് മാങ്ങ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കണ? മരം കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? അടുത്ത മാങ്ങ മരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മാവ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ പുറത്തുള്ള ഷുഗർ ഭാഗമൊക്കെ മൃഗങ്ങളും അല്ലെങ്കിൽ നമ്മളായാലും ഒക്കെ കഴിക്കും, ഷുഗറുള്ള ഭാഗം. പിന്നെ ആ പുളിയുള്ള ഭാഗത്തുമ്പോൾ, ആസിഡുള്ള ഭാഗത്തുമ്പോൾ നമ്മളത് പുളിച്ചിട്ട് അത് കഴിക്കില്ല, അപ്പോൾ കളഞ്ഞിട്ട് പോകും. അപ്പോൾ അണ്ടി പ്രൊട്ടക്റ്റ് ആവും. അങ്ങനെ അണ്ടിയിൽ നിന്ന് പിന്നെ അടുത്ത മാവ് മരം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിനുള്ള നേച്ചറിൻ്റെ എവല്യൂഷണറി ടെക്നിക്കാണത്. അതാണ് അതിൻ്റെ ആക്ച്വൽ റീസൺ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഏത് ഈ പഴഞ്ചൊല്ലൊക്കെ അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയും.